എന്നെ സംബന്ധിച്ച് ഞാൻ രജിസ്റ്റേർഡ് വോയിസ് അല്ല എനിക്ക് ഐഡൻറ്റിറ്റിയും ഇല്ല. ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഐഡൻറ്റിറ്റി വരുന്നത്. കാരണം ഞാൻ ഏകദേശം ഒരു 250 അബവ് ചെയ്തിട്ടുണ്ട് മൂവീസ്. പക്ഷേ എൻ്റെ വോയിസിന് ഐഡൻറ്റിറ്റി ഇല്ലാത്തത്, ഞാനിപ്പോൾ ഒരു മൂവിയിൽ വോയിസ് കൊടുത്തിട്ട് അടുത്ത മൂവിയിൽ ചെയ്യുന്ന അതേ ഡയറക്ടറാണെങ്കിൽ പോലും പുള്ളിക്ക് അറിയില്ല ഈ വോയിസ് കൊടുത്ത ആളാണ് ഇതെന്നുള്ളത്. ചിലപ്പോൾ ആ ജയലക്ഷ്മി എന്ന് പറയുമ്പോൾ മാത്രമേ അറിയാറുള്ളൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓ, ജയലക്ഷ്മി അന്ന് ചെയ്ത ആളല്ലേ, ഓ ആ ക്യാരക്ടർ, ആ വോയിസ് വേറെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടേഴ്സ്. മാലാപാർവതി ചേച്ചിക്ക് കൊടുത്ത് ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ്, ചേച്ചിക്ക് ചെന്നൈയിലാണ് ഷൂട്ടിലാണ്, ചേച്ചി വരാൻ പറ്റില്ല, ജയലക്ഷ്മി അതൊന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ വോയിസ് ഒക്കെ ചെയ്യാം, പക്ഷേ ചേച്ചിയുടെ രജിസ്റ്റേർഡ് വോയിസാണ്. എനിക്ക് രജിസ്റ്റേർഡ് വോയിസിലേക്ക് കൈവയ്ക്കുമ്പോൾ പേടിയാണ്. കാരണം മറ്റുള്ള ക്യാരക്ടർ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. രജിസ്റ്റേർഡ് വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ കേൾക്കുന്നത് ഇതാണ്. അപ്പോൾ അത് വേറൊരാൾ ചെയ്യുന്ന സമയം സിങ്ക് ആവില്ല. ഞാൻ പറഞ്ഞു, ഇല്ല അത് ശരിയാവും തോന്നില്ല, തനിക്കത് പറ്റും, അത് തനിക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ച് പോയി ചെയ്തു. ആദ്യത്തെ 2 സീൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഡയറക്ടർക്ക് ഓക്കെ. ഡയറക്ടർ പറഞ്ഞു അത് കറക്റ്റ് മാല ചേച്ചി ചെയ്യണ പോലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് പോയി ഫുള്ള് ചെയ്തു. ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു, ഒരു 10-20 സീനും ഉണ്ടായിരുന്നത്. പക്ഷേ ആ മാലാപാർവതി ചേച്ചിക്ക് വോയിസ് കൊടുത്തിട്ട് ഒരാൾ പോലും എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇന്ന ആളെ അപ്പോൾ ഞാൻ വിചാരിക്കും മനഃപൂർവ്വം ആവില്ല. പക്ഷേ 1-2 ഡയറക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, അയ്യോ അത് ചേച്ചിയായിരുന്നോ കൊടുത്ത, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.